ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, കാർമൽ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കാർമൽ മീഡിയയിലൂടെ ഒരു പുതിയ ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. മോണിക്ക പ്രയർ. ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം, അതിൻ്റെ ആവശ്യകത, അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. അനേകം മാതാപിതാക്കള് ഇന്ന് മക്കളെ ഓർത്ത് ഒത്തിരിയേറെ വേദനിക്കുന്നു, കരയുന്നു, നൊമ്പരപ്പെടുന്നു, നിരാശയിലും ഒത്തിരിയേറെ പരാജയത്തിലും കഴിയുന്ന ഒരവസ്ഥയാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒത്തിരിയേറെ മക്കളാണ്, മാതാപിതാക്കളാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പലവിധ കാര്യങ്ങള്, ആവശ്യങ്ങള്, അവസ്ഥകള്, സങ്കടങ്ങള് നിലവിളിയോടുകൂടി വിളിച്ചു പറയുക. ആ പ്രാർത്ഥനയുടെയും അപേക്ഷയുടെയും ഒക്കെ അനന്തര ഫലമെന്ന പോലെ സ്വർഗം നമ്മിലൂടെ ഒരുക്കുന്ന വലിയ ഒരു ശുശ്രൂഷയാണ് മോണിക്ക പ്രയർ. നമുക്കറിയാം, മോണിക്ക പുണ്യവതി. ഈ പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസം 27-ാം തീയതിയാണ്. ഓഗസ്റ്റ് മാസം 27-ാം തീയതിയാണ് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ. പിറ്റേ ദിവസം 28-ാം തീയതി വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വഴിതെറ്റിപ്പോയ, ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോയ, പാഷണതയ്ക്ക് അടിമപ്പെട്ടു പോയ തന്റെ പ്രിയപ്പെട്ട മകനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച മോണിക്ക പുണ്യവതി. വഴിതെറ്റിപ്പോയ മക്കളുടെ പ്രത്യേകമായ മധ്യസ്ഥയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ മോണിക്ക പുണ്യവതി. ഈ മോണിക്ക പുണ്യവതിയുടെ ജീവിതം, ഭർത്താവിന് വേണ്ടി 16 വർഷം അവിശ്വാസിയായ, വിജാതീയനായ ഭർത്താവിന് വേണ്ടി 16 വർഷം കണ്ണുനീരോടെ സഹിച്ച്, സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിച്ച്, ക്ഷമിച്ച് നിന്ന ഒരു ഭാര്യ. വീണ്ടും ഒരു 17 വർഷം അപ്പന്റെ അതേ സ്വഭാവത്തിൽ, അതിനേക്കാൾ ഏറെ ഇരട്ടി മടങ്ങ് പാപത്തിലും ലോകാരൂപിക്കും അടിമപ്പെട്ടു പോയ അഗസ്തിനു വേണ്ടി പ്രാർത്ഥിച്ച്, വലിയ കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ച മോണിക്ക പുണ്യവതിയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ അനന്തര ഫലം അഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയതും മഹാവിശുദ്ധനാക്കി മാറ്റിയതും, വേദപാരംഗതന്മാരിൽ വേദപാരംഗതനും ദൈവശാസ്ത്രജ്ഞന്മാരിൽ ദൈവശാസ്ത്രജ്ഞനുമാക്കി മാറ്റിയ വലിയ മഹാത്ഭുതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മോണിക്ക പുണ്യവതിയുടെ ഈ പ്രാർത്ഥനയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ മാതാപിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ നമ്മൾ കാർമൽ മീഡിയയിലൂടെ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഈ മോണിക്ക പുണ്യവതിയോട് ഒത്തിരിയേറെ വേദനയോടെ മകനെ ഓർത്ത് മകന്റെ കാര്യങ്ങൾ ഒരു ബിഷപ്പിനോട് പങ്കുവെക്കുമ്പോൾ ആ ബിഷപ്പ്, ഒരു അൺനോൺ ബിഷപ്പ് എന്നാ പറയാ, ബിഷപ്പിന്റെ പേര് പോലും അറിയത്തില്ല, ആ ബിഷപ്പ് മോണിക്ക പുണ്യവതിയോട് പറയുന്നുണ്ട്, ഇത്രമാത്രം കണ്ണുനീർ വീണ, അല്ലെങ്കിൽ ഇത്രമാത്രം കണ്ണുനീരിന്റെ ഒരു പുത്രൻ നശിക്കുക അസാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കള് എന്ന് പറയുമ്പോൾ അപ്പൻ, അമ്മ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട അപ്പന്മാരായ വൈദികര്, ഫാദർ, അപ്പൻ, അമ്മമാരായ കന്യാസ്ത്രീമാര്, അനേകം വഴിതെറ്റിപ്പോയ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ മോണിക്ക പ്രയറിന് ഈ കാലഘട്ടത്തിന്റെ വലിയ പ്രസക്തിയുണ്ട്. മോണിക്ക പുണ്യവതി ജീവിച്ചത് 4-ാം നൂറ്റാണ്ടില. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടില് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കള്, പാവപ്പെട്ട മക്കള്, ഒത്തിരി പ്രലോഭനങ്ങള്, പാപ സാഹചര്യങ്ങള്, പൈശാചികമായ ശക്തമായ പ്രകടമായ പ്രവൃത്തികള്, പൈശാചികമായ നിയമങ്ങള്, പൈശാചികമായ സിനിമകള് ഈ ദിവസങ്ങൾ കണ്ടില്ലേ? സിനിമകളുടെ പൈശാചിക ലോകം. ഇതിലൊക്കെ അടിമപ്പെട്ട് കഴിയുമ്പോ നമ്മുടെ മക്കളൊക്കെ ഒത്തിരി വഴിതെറ്റി പോകാനും, നശിക്കാനും, ലഹരിക്കും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകാനും, പൈശാചികമായ ഹലാലും അതോടൊപ്പം തന്നെ ലൗജിഹാദും എല്ലാ വശീകരണ യന്ത്രങ്ങളും കൊണ്ടൊക്കെ നശിപ്പിക്കാൻ ഇന്ന് സാത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, മോണിക്ക പുണ്യവതിയുടെ അന്നത്തെ പ്രാർത്ഥനകളെക്കാളും വലിയ പ്രാർത്ഥന നിലവിളിയോടെ, കണ്ണുനീരോടെ ദൈവസന്നിധിയില് നമ്മൾ മാതാപിതാക്കൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ഈ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മോണിക്ക പുണ്യവതിയുടെ കണ്ണുനീരോട് ചേർത്ത് വെച്ച്
ആ കണ്ണുനീരിന്റെ ഫലമായിട്ട് മാനസാന്തരപ്പെട്ട അഗസ്തീനോസിന്റെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളും അഭിഷിക്തരും സന്യസ്തരും ഒരുമിച്ച് കൂടി നമ്മുടെ യുവമക്കൾക്കും കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശക്തമായ ഒരു ശുശ്രൂഷയാണ് മോണിക്ക പ്രയർ. ഈ ഓഗസ്റ്റ് 27-ാം തീയതി മുതൽ നാം ആരംഭിക്കുകയാണ്. രാവിലെ 5 മണിക്ക് നമ്മൾ ശുശ്രൂഷ ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയും ആരാധനയും ഈ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഉപവാസമെടുത്ത് ത്യാഗം ചെയ്ത് നമ്മുടെ കണ്ണുനീരും നൊമ്പരങ്ങളും നിലവിളികളും നമ്മുടെ നിരാശയും പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ മോണിക്ക പുണ്യവതിയുടെ കണ്ണുനീരോട് ചേർത്ത് വെച്ച് നമ്മുടെ കണ്ണുനീരൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയിലേക്ക്, പാപപരിഹാര ബലിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദിവികാരുണ്യ ആരാധനയും വചന ശുശ്രൂഷയും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച്, ഞാൻ പറയും, ഈ കാലഘട്ടത്തില് ഒരുമിച്ച് നിന്ന് മാതാപിതാക്കള് പ്രാർത്ഥിക്കണം. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും അവസ്ഥകളും ആവശ്യകതയും ഒക്കെ ഒത്തിരി സന്ദേശങ്ങളിലൂടെ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ട് ഈ ദിനങ്ങൾ അനുഗ്രഹപ്രദമാക്കി മാറ്റുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് സജീവമായിട്ട് ഈ മോണിക്ക പ്രാർത്ഥനയിൽ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ശുശ്രൂഷ അനേകം മക്കളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന അവസ്ഥകൾ, അച്ഛന് 10-12 വർഷം ഗുണ്ടാസംഘത്തിനിടയിലും വഴിതെറ്റിപ്പോയ മക്കളുടെയിലും ധ്യാനത്തിനും ഒത്തിരിയേറെ യുവമക്കൾ ഇടപെട്ടതിന്റെ അനുഭവങ്ങളും അനേകം മക്കൾ വിളിച്ച് അപേക്ഷിക്കുന്ന പ്രാർത്ഥനകളും ഈ നിലവിളികളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിക്കാം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? മാതാപിതാക്കളുടെ വിശുദ്ധമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് കൃപ പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അതാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന സത്യമായ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഈ ഒരു തിരിച്ചറിവോടെ നമുക്ക് ഒരുമിച്ച് ചേരാം. അച്ഛനോട് ചേർന്ന്, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ, വലിയൊരു കൂട്ടായ്മ ഈ ദിവസങ്ങളിൽ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ മാതാപിതാക്കൾ എന്നുള്ള ഈ മോണിക്ക പ്രാർത്ഥനയിലേക്ക് എല്ലാ മക്കളെയും അച്ഛൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസങ്ങളും അച്ഛൻ പങ്കുവയ്ക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറേ ദിവസങ്ങളായി, നാളുകളായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. ഇന്ന് അതിന്റെ പൂർണ്ണതയിൽ കടന്നു വരുമ്പോൾ ഓഗസ്റ്റ് 27-ാം തീയതി മോണിക്ക പുണ്യവതിയുടെ ആ തിരുനാൾ ദിനത്തില് നമ്മൾ ആരംഭിക്കും. രാവിലെ 5 മണിക്ക് ആരംഭിക്കും ആ ശുശ്രൂഷ. നമ്മുടെ യൂട്യൂബ് ചാനലില് കാർമൽ മീഡിയ അല്ലെങ്കിൽ ഫാദർ ബോസ്കോ ഒഫീഷ്യൽ എന്നുള്ള കാർമൽ മീഡിയ ചാനലില് നമുക്ക് എല്ലാ ദിവസവും ലഭിക്കും. അത് ദിവസം മുഴുവനും ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് കയറി അതിൽ പങ്കുചേരാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകം മക്കൾക്ക് പകർന്നു കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് ഈ വലിയ കൂട്ടായ്മയിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ, ഒരിക്കൽ കൂടി വലിയ സ്നേഹത്തോടെ ഈ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് കൂടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ മക്കളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥവും അമ്മയുടെ കണ്ണുനീരിന്റെ മകനായ അഗസ്തീനോസിന്റെ വലിയ മാധ്യസ്ഥവും സഹായവും അപേക്ഷയും നമുക്കും നമ്മുടെ മക്കൾക്കും വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.